ചതിയും വഞ്ചനയും നിറഞ്ഞ ഈ ആധുനിക ലോകത്ത് ആരെ വിശ്വസിക്കണം, ആരെ അകറ്റി നിർത്തണം എന്നറിയാതെ നിങ്ങൾ പതറുന്നുണ്ടോ? പ്രതിസന്ധികളുടെ ചുഴിയിൽ അകപ്പെടുമ്പോൾ തളർന്നുപോയ മനസ്സിന് ഒരു വഴികാട്ടിയെ തിരയുകയാണോ നിങ്ങൾ? ചരിത്രം സാക്ഷിയാക്കിയ ഏറ്റവും വലിയ തന്ത്രജ്ഞന്റെ യുഗങ്ങൾ കഴിഞ്ഞിട്ടും പ്രസക്തി നഷ്ടപ്പെടാത്ത ആ മാസ്റ്റർ പ്ലാനുകൾ. ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ചാണക്യതന്ത്രങ്ങളുടെയും കരിയറിലും റിലേഷൻഷിപ്പിലും വരാവുന്ന പരാജയങ്ങളെ മുൻകൂട്ടി കാണിച്ചു തരുന്ന ചാണക്യനീതിയുടെയും അത്ഭുത പ്രപഞ്ചത്തിലേക്ക് ഇനി നിങ്ങൾക്കും സ്വാഗതം. ഇത് വെറുമൊരു ചാനലല്ല, ജീവിതം മാറ്റിമറിക്കുന്ന ചിന്തകളുടെ കനൽവഴികളാണ്. സുഹൃത്തുക്കളെ, ലക്ഷ്യബോധമുള്ള മനസ്സുകൾക്കായി തന്ത്രങ്ങളുടെ ആ മഹാസമുദ്രത്തിൽ നിന്നും തിരഞ്ഞെടുത്ത അറിവുകളുമായി ചാണക്യലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് യഥാർത്ഥത്തിൽ കർമ്മ? പലരും വിചാരിക്കുന്നത് നമ്മൾ മരിച്ചതിനു ശേഷം മാത്രം അനുഭവിക്കേണ്ടി വരുന്ന ഒന്നാണ് കർമ്മഫലം എന്നാണ്. എന്നാൽ അതൊരു തെറ്റായ ചിന്തയാണ്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോളാണ് കർമ്മം. നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് എന്തെറിയുന്നോ അത് ഇരട്ടിയായി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചുവരും. അതൊരു പ്രകൃതി നിയമമാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുത്താൽ സ്നേഹവും ചതി കൊടുത്താൽ ചതിയും നിങ്ങൾക്ക് തിരികെ ലഭിക്കും. നമ്മൾ ചെയ്യുന്ന ചെറിയൊരു പ്രവൃത്തി പോലും പ്രപഞ്ചത്തിന്റെ ഡയറിയിൽ കൃത്യമായി കുറിക്കപ്പെടുന്നുണ്ട്. ആരും കാണുന്നില്ലെന്ന് കരുതി നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ പോലും ഒരു ദിവസം ഒരു കൊടുങ്കാറ്റായി നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചുവരും. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷത്തിന് പിന്നിൽ നിങ്ങളുടെ ഏതോ ഒരു നല്ല പ്രവൃത്തിയുണ്ടാകാം. അതുപോലെ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കണ്ണീരിന് പിന്നിൽ നിങ്ങൾ അറിയാതെ ചെയ്ത ഏതോ ഒരു തെറ്റായ കർമ്മത്തിന്റെ നിഴലുമുണ്ടാകാം. മഹാനായ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ ഈ കർമ്മത്തെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. കർമ്മം എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ വിധിയെ നിശ്ചയിക്കുന്നത്? ചാണക്യൻ പറയുന്ന ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പോയിന്റ് 1. കർമ്മയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാകില്ല. നിഴൽ പോലെ പിന്തുടരുന്ന കർമ്മ. ചാണക്യനീതിയിലെ ഏറ്റവും ശക്തമായ ഒന്നാമത്തെ രഹസ്യം ഇതാണ്: നിങ്ങൾ എവിടെ ഒളിച്ചാലും പ്രപഞ്ചം നിങ്ങളുടെ കർമ്മത്തെ നിങ്ങളുടെ അടുത്ത് എത്തിച്ചിരിക്കും. മഹാനായ ചാണക്യൻ തന്റെ ശ്ലോകത്തിലൂടെ ഇതിനൊരു മനോഹരമായ ഉദാഹരണം പറയുന്നുണ്ട്. ആയിരക്കണക്കിന് പശുക്കൾ കൂട്ടമായി നിൽക്കുന്ന ഒരു ഗോശാലയിൽ ഒരു ചെറിയ പശുക്കുട്ടിയെ തുറന്നുവിട്ടാൽ അത് എത്ര വലിയ കൂട്ടമാണെങ്കിലും കൃത്യമായി നടന്ന് അതിന്റെ അമ്മപ്പശുവിനെ തന്നെ കണ്ടുപിടിക്കും. കാരണം ആ കുട്ടിയും അമ്മയും തമ്മിലുള്ള ബന്ധം അത്രമേൽ ശക്തമാണ്. ഇതുപോലെ തന്നെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ കർമ്മവും. നിങ്ങൾ പണ്ട് ചെയ്ത ഒരു പ്രവൃത്തി, അത് നല്ലതായാലും ചീത്തയായാലും, നിങ്ങൾ ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ഒരു പശുക്കുട്ടി അമ്മയെ കണ്ടുപിടിക്കുന്നത് പോലെ കൃത്യമായി നിങ്ങളുടെ വിലാസം തിരഞ്ഞുപിടിച്ച് നിങ്ങളുടെ മുന്നിലെത്തും. പലരും വിചാരിക്കാറുണ്ട്, ഞാൻ ചെയ്ത ചതി ആരും കണ്ടിട്ടില്ല, ഞാൻ സുഖമായി ജീവിക്കുന്നു എന്ന്. എന്നാൽ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു, വിത്ത് പാകിയ ഉടനെ മരമുണ്ടാകില്ല. അതിന് അതിൻ്റെതായ സമയമുണ്ട്. പ്രകൃതി നിങ്ങൾക്ക് തെറ്റുകൾ തിരുത്താൻ സമയം തരികയാണ് ചെയ്യുന്നത്. എന്നാൽ ശിക്ഷയുടെ സമയം വരുമ്പോൾ, വിധി നിങ്ങളെ തേടി വരുമ്പോൾ, നിങ്ങളെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല. നിങ്ങളിന്ന് മറ്റൊരാളെ കണ്ണീര് കുടിപ്പിച്ചാൽ ഓർക്കുക, നാളെ അതിനേക്കാൾ വലിയൊരു കൊടുങ്കാറ്റ് നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ വരുന്നുണ്ടാകും. കർമ്മം ഒരിക്കലും വഴിതെറ്റിപ്പോകില്ല. അതാരോടും വിവേചനം കാണിക്കില്ല. രാജാവായാലും ഭിക്ഷക്കാരനായാലും കർമ്മത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ പ്രവൃത്തികളെ എപ്പോഴും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക. പോയിന്റ് 2. ഭാഗ്യമല്ല, കർമ്മമാണ് വലുത്. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴോ നമ്മൾ സ്ഥിരമായി പറയുന്നൊരു വാക്കുണ്ട്, എന്റെ ഭാഗ്യം ശരിയല്ല എന്ന്. എന്നാൽ ചാണക്യനീതി പ്രകാരം ഭാഗ്യമെന്നത് വെറുമൊരു നിഴൽ മാത്രമാണ്. അതിന്റെ യഥാർത്ഥ ശരീരം എന്നു പറയുന്നത് നിങ്ങളുടെ കർമ്മമാണ്. പലരും വിചാരിക്കുന്നത് എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച ഭാഗ്യം കൊണ്ടാണെന്നാണ്. എന്നാൽ മഹാനായ ചാണക്യൻ ഈ ചിന്താഗതിയെ പൂർണ്ണമായും തിരുത്തുന്നു. ചാണക്യൻ പറയുന്നു, ഒരു മനുഷ്യൻ ജനിക്കുന്നത് അവന്റെ മുൻകാല കർമ്മങ്ങളുടെ ഫലമായിട്ടായിരിക്കാം. എന്നാൽ അവൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ വളരണം എന്ന് തീരുമാനിക്കുന്നത് അവന്റെ ഇന്നത്തെ കഠിനാധ്വാനവും പ്രവൃത്തികളുമാണ്. ഭാഗ്യത്തെ മാത്രം വിശ്വസിച്ച് മടിയന്മാരായി ഇരിക്കുന്നവർക്ക് കാലം ഒരിക്കലും മാപ്പ് നൽകില്ല. മണ്ണിൽ വിത്ത് പാകാതെ മഴ പെയ്തതുകൊണ്ട് മാത്രം ഒരു കർഷകന് കൊയ്തെടുക്കാൻ കഴിയില്ല. അവിടെ കഠിനാധ്വാനം എന്ന കർമ്മം കൂടിയേ തീരൂ. നിങ്ങളുടെ ബുദ്ധിശക്തി, നിങ്ങളുടെ സമ്പത്ത്, സമൂഹത്തിൽ നിങ്ങൾക്കുള്ള പദവി, ഇതെല്ലാം നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലങ്ങളാണ്. ഭാഗ്യം എന്നത് എപ്പോൾ വേണമെങ്കിലും മാറിമറിയാം. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളും നിങ്ങളുടെ കഠിനാധ്വാനവും ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല. അതുകൊണ്ട് വിധി എനിക്ക് അനുകൂലമല്ല എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കാതെ നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ നിങ്ങൾ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഭാഗ്യം നിങ്ങളെ തേടി വരണമെങ്കിൽ പോലും നിങ്ങളുടെ ഭാഗത്തുനിന്നും മികച്ച കർമ്മങ്ങളുണ്ടാകണം. കൈരേഖ നോക്കി ഭാവി പ്രവചിക്കുന്നതിലല്ല, സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ച് ചരിത്രം തിരുത്തിക്കുറിക്കുന്നതിലാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ വിജയം ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ചാണക്യൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പോയിന്റ് 3. കർമ്മ ഉടൻ തന്നെ ഫലം തരണമെന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും തോന്നാറുള്ള വലിയൊരു സംശയമുണ്ട്. നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ
എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നമുക്കെപ്പോഴും ദുരിതങ്ങൾ മാത്രം വരുന്നത്? അതേസമയം മറ്റുള്ളവരെ ചതിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നവർ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വൻവണ്ടികളിലും വലിയ വീടുകളിലും ആഡംബരമായി ജീവിക്കുന്നത് കാണുമ്പോൾ ഈ ലോകത്ത് നീതിയില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചുപോകും. ഇവിടെയാണ് ചാണക്യൻ പറയുന്ന മൂന്നാമത്തെ രഹസ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർമ്മം എന്നത് ഒരിക്കലും ഇൻസ്റ്റന്റ് നൂഡിൽസ് പോലെ പെട്ടെന്ന് ഫലം തരുന്ന ഒന്നല്ല. ഒരു കർഷകൻ മണ്ണിൽ ഒരു മാവിൻ തൈ നട്ടാൽ അവൻ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അതിൽ മാമ്പഴമുണ്ടാവില്ല. ആ വിത്മണ്ണിൽ കിടന്ന് വേരുകളാഴ്ത്തി വളർന്ന് വലുതായ ഒരു മരമാകാൻ വർഷങ്ങളുടെ സമയമെടുക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു നല്ല കാര്യം അല്ലെങ്കിൽ ഒരു ചീത്ത കാര്യം, അതിന്റെ ഫലം തരാൻ പ്രകൃതിക്ക് അതിൻ്റേതായ സമയമുണ്ട്. തെറ്റ് ചെയ്യുന്നവർ ഇപ്പോൾ അനുഭവിക്കുന്ന ആഡംബരവും സന്തോഷവും അവരുടെ മുൻകാലത്തെ ഏതോ നല്ല പ്രവൃത്തിയുടെ ഫലമായിരിക്കാം. എന്നാൽ അവരുടെ ഇന്നത്തെ തെറ്റായ പ്രവൃത്തികളുടെ ഫലം കൊടുങ്കാറ്റായി വരുമ്പോൾ അവർക്കത് താങ്ങാൻ കഴിയില്ല. പ്രപഞ്ചത്തിന്റെ നീതിന്യായ കോടതിയിൽ ഒരിക്കലും തെറ്റുകൾ വിട്ടുകളയുന്നില്ല. വൈകിയാണെങ്കിലും കർമ്മഫലം നമ്മുടെ വാതിലിൽ വന്നുമുട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് മറ്റുള്ളവരുടെ താൽക്കാലിക വിജയം കണ്ട് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. നിങ്ങളുടെ നല്ല പ്രവൃത്തികൾക്കുള്ള ഫലം പ്രകൃതി കൃത്യമായ സമയത്ത് പലിശ സഹിതം നിങ്ങൾക്ക് തിരിച്ചുതരും. നന്മ ചെയ്യുമ്പോൾ ഫലം ഉടനടി കിട്ടുന്നില്ലെങ്കിലും ക്ഷമയോടെ കാത്തിരിക്കുക. കാരണം കർമ്മത്തിന്റെ വിധി വരുമ്പോൾ അത് തികച്ചും നീതിപൂർവമായിരിക്കും എന്ന് ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പോയിന്റ് 4. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപവും അറിയാതെ ചെയ്യുന്ന പാപവും. നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ നമ്മളിൽ പലർക്കും പറ്റുന്ന വലിയൊരു അബദ്ധമുണ്ട്. ഞാൻ ചില തെറ്റുകൾ ചെയ്തത് അറിയാതെയാണ്, അതുകൊണ്ട് എനിക്കതിന്റെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരില്ല എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ ചാണക്യനീതി പ്രകാരം ഈ രണ്ട് പ്രവൃത്തികൾക്കും കർമ്മഫലം വ്യത്യസ്തമാണ്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾക്ക് പ്രകൃതി നൽകുന്ന ശിക്ഷ വളരെ കഠിനമായിരിക്കും എന്ന് ചാണക്യൻ കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, തിളച്ചുമറിയുന്ന ഒരു ഇരുമ്പ് കമ്പിയിൽ ഒരാൾ അറിഞ്ഞുകൊണ്ട് പോയി തൊട്ടാലും മറ്റൊരാൾ ഒട്ടും അറിയാതെ അബദ്ധത്തിൽ പോയി തൊട്ടാലും രണ്ടുപേരുടെയും കൈകൾ ഒരുപോലെ പൊള്ളും. കാരണം തീയുടെ സ്വഭാവം പൊള്ളിക്കുക എന്നതാണ്. അതിന് നിങ്ങൾ അറിഞ്ഞാണോ അറിയാതെയാണോ തൊട്ടത് എന്ന വിവേചനമില്ല. ഇതുപോലെ തന്നെയാണ് കർമ്മവും. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി മറ്റൊരാൾക്ക് ദ്രോഹമായി മാറിയാൽ അതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചേ തീരൂ. എന്നാൽ ഇതിൽ വലിയൊരു രഹസ്യമുണ്ട്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരാളെ ചതിക്കുമ്പോഴോ വഞ്ചിക്കുമ്പോഴോ നിങ്ങളുടെ മനസ്സ് ആ തെറ്റിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിങ്ങളുടെ ചിന്തകൾ പോലും അശുദ്ധമാകുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ കർമ്മത്തിന്റെ ശിക്ഷാവിധി വളരെ ക്രൂരമായിരിക്കും. നേരെമറിച്ച് ഒരു നല്ല ഉദ്ദേശത്തോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനിടയിൽ അറിയാതെ പറ്റിപ്പോകുന്ന തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനുള്ള അവസരം പ്രകൃതി തരും. പക്ഷേ ഞാൻ അറിയാതെ ചെയ്തതാണ് എന്ന് പറഞ്ഞ് എല്ലാ തെറ്റുകളിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും എപ്പോഴും ശുദ്ധമായിരിക്കണം എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ഒരു കുഴി തോണ്ടുമ്പോൾ ഓർക്കുക, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വീഴ്ചയ്ക്കുള്ള വഴി കൂടിയാണ് അവിടെ ഒരുങ്ങുന്നത്. അതുകൊണ്ട് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കും എന്ന് 2 വട്ടം ചിന്തിക്കുക. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ഈ പ്രപഞ്ചത്തിൽ ആരും കാണാതെ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു നന്മ പോലും ഒരിക്കലും വെറുതെയാവില്ല. അതുപോലെ ആരും അറിഞ്ഞില്ല എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കർമ്മത്തിന്റെ കണ്ണിൽ നിന്നും മറച്ചുവെക്കാനും കഴിയില്ല. ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകാം, പക്ഷെ നിങ്ങളുടെ കർമ്മം എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കുക. മറ്റുള്ളവർ നിങ്ങളോട് എന്തു ചെയ്തു എന്നതല്ല, നിങ്ങൾ ഈ ലോകത്തിന് എന്തു നൽകുന്നു എന്നതാണ് നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്നത്. നിങ്ങളുടെ ഇന്നത്തെ നല്ല പ്രവൃത്തികളാണ് നിങ്ങളുടെ നാളത്തെ നല്ല വിധി. നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മഫലം സത്യമാണെന്ന് തോന്നിയ ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. നിങ്ങളുടെ ചിന്തകൾ വായിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു ചിന്ത നൽകിയെന്ന് വിശ്വസിക്കുന്നു. ഇതിലെ അറിവുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ജീവിതത്തെ തന്ത്രപരമായും ബുദ്ധിപരമായും മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്ന ചാണക്യന്റെ ഇതുപോലുള്ള കൂടുതൽ രഹസ്യങ്ങൾക്കായി നമ്മുടെ ചാണക്യലോകം എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. മറ്റൊരു മികച്ച അറിവുമായി, ചാണക്യന്റെ പുതിയൊരു തന്ത്രവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.